ഗൈസ്, ഞാൻ കുറേ ആലോചിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ എന്തോ ചെയ്യാൻ മനസ്സിങ്ങനെ പ്രേരിപ്പിച്ചു. ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ അമേരിക്ക വാർ ഇപ്പോൾ നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് ആ ഒരു റീജിയനിലുള്ള ആൾക്കാർക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ നന്നായി ബാധിക്കും. കാരണം ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുവിധം എല്ലാ എയർ സ്പേസും അടച്ചു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ എന്നൊക്കെ കുറച്ച് പാടായിരിക്കും. കാരണം ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസലാക്കി. അപ്പോൾ ഇനിയൊരു വേറെ ഇപ്പോൾ നമ്മൾ യൂറോപ്പിലേക്കോ എങ്ങോട്ടെങ്കിലും പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ്സ് ഉണ്ടാവുക ഈ മിഡിൽ ഈസ്റ്റ് ആയിരിക്കും മിക്കവാറും. അപ്പം അങ്ങനെ പോകുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇറാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാൻ ഈ ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഈ ഒരു യുദ്ധം അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം കുറേ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ന്യൂക്ലിയർ വേണമെങ്കിൽ അവർ നിർത്താമെന്നും. പക്ഷേ അപ്പോഴും ഇവർക്ക് അമേരിക്ക ഇസ്രായേൽ അവർക്ക് രണ്ടുപേർക്കും പറ്റില്ല. അത് മാത്രം പോരാ, അവർക്ക് ബാലിസ്റ്റിക് മിസൈൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടെ നിർത്തണമെന്നായിരുന്നു. അപ്പോൾ ഏത് രാജ്യമാണ് അവരുടെ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിർത്തുക? അതും ഈ മിസൈൽ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷനൊക്കെ എങ്ങനെ നിർത്തും? അപ്പോൾ എന്തായാലും ഇവർ യുദ്ധം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഇസ്രായേലാണ് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ തിരിച്ച് ഇറാനും അറ്റാക്ക് ചെയ്യുന്നു. ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ US-ൻ്റെ എയർ ബേസസ് എല്ലാം ഈ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളുണ്ട്. സോ അവിടെ കേന്ദ്രീകരിച്ച് ഇവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം ബഹ്റൈനിൽ അറ്റാക്ക് ചെയ്തു. സോ അത് അവർക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റി. ബാക്കിയെല്ലാം പിന്നെ US അപ്പം തന്നെ പൊട്ടിച്ച് വിടുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ നല്ല രീതിക്ക് ബാധിക്കും. കാരണം ഇപ്പോൾ ഈ ഇറാൻ ഫോർമോസ് കടലിടുക്കൊക്കെ ആ ഒരു പാത അടച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഗോൾഡിന് അല്ലെങ്കിൽ എണ്ണയ്ക്കൊക്കെയാണ് വില കൂടുതൽ. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ ബാക്കി എല്ലാ സാധന സാമഗ്രികൾക്കും വില കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ ചൈനയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചൈനയാണ് ഇറാനെ ഏറ്റവും കൂടുതൽ എണ്ണ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അവരുടെ പ്രതികരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയാൻ പറ്റില്ല പറഞ്ഞ സ്ഥിതിയാണ്. അവരെ നൻപാൻ കൊള്ളൂല. അപ്പോൾ എന്താ നോക്കാം നമുക്ക്. ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടട്ടെ. കാരണം നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചാണല്ലോ. നമുക്ക് അവർ ഇങ്ങനെയൊരു അവസ്ഥയിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ലല്ലോ. സോ നല്ലൊരു ഈ ഒരു യുദ്ധമൊക്കെ അവസാനിച്ച് എയർ സ്പേസൊക്കെ ഓപ്പണായി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ലൊരു സമാധാനം വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.